ഹലോ, നമ്മളെങ്ങോട്ടാ പോകുന്നതെന്നറിയോ? നമ്മളിപ്പോൾ പോകുന്നത് ജർമ്മനിയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന റൂഗൻ ഐലൻഡിലെ യാസ്മുൻ നാഷണൽ പാർക്കിലേക്കാണ്. നമ്മളിപ്പോൾ ഹാംബർഗിൽ നിന്ന് ഏതാണ്ടൊരു 350 കിലോമീറ്ററോളം ദൂരമുണ്ട് യാസ്മുൻ നാഷണൽ പാർക്കിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാവിലെ തന്നെ ഹാംബർഗിൽ നിന്ന് സാസ്നിറ്റ്സിലേക്ക് ട്രെയിൻ വഴി എത്തി. അവിടെ നിന്ന് വേറൊരു ബസ് എടുത്ത് യാസ്മുൻ നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയപ്പോൾ പുതിയൊരു വേൾഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. തണുത്ത കാറ്റും ഫുള്ളി പച്ചപ്പും മരങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ ചെറിയ ഇടവഴികൾ, അതിലാണെങ്കിൽ ഇങ്ങനെ കരിയില വീണ് കിടക്കുന്നു. പണ്ടൊക്കെ ഏതോ സ്റ്റോറിയിൽ മാത്രം കേട്ടിട്ടുള്ള പോലത്തെ സ്ഥലങ്ങൾ. നമ്മളിപ്പം യാസ്മുൻ നാഷണൽ പാർക്കിലാണ് ഉള്ളത്. ഇത് സാസ്നിറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് ബാൾട്ടിക്സ്. പിന്നെ അങ്ങ് ദൂരെ കാണുന്ന വൈറ്റ് ക്ലിഫ്, അതാണ് ചോക്ക് ക്ലിഫ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. ഇതിലിപ്പോൾ ഒരു ബോർഡ് കണ്ടോ? ഇതുപോലെ പല ഇൻഫർമേഷൻ ബോർഡും ക്ലിയർ ഡയറക്ഷൻസും നടക്കുന്ന വഴിയിലൂടെ അവിടെ എവിടെയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും പറ്റും. ഇവിടെയുള്ള ക്ലിഫുകളിൽ കാലക്രമേണ പല പല മാറ്റങ്ങൾ വരികയും അതുവഴി ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ജർമ്മനിയിൽ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കും 2000 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് യാസ്മുൻ നാഷണൽ പാർക്ക്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്ന എല്ലാ മരങ്ങളും സെഞ്ച്വറീസ് പഴക്കമുണ്ട് എന്നുള്ളതുമാണ്. ഈ കാട്ടിൽ പലതരത്തിലുള്ള ചെടികളും ജീവികളും ഉണ്ടെന്നുള്ളത് മാത്രവുമല്ല, ഇതിൻ്റെ പ്രത്യേകത നിറഞ്ഞ ജിയോളജിയും ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. നമ്മളെല്ലാവരും ഇപ്പം തന്നെ ഏതാണ്ട് 2-2.5 കിലോമീറ്ററോളം നടന്നു. എന്നാലും ഇവിടെയുള്ള മരങ്ങളും ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷവും പിന്നെയും എനർജറ്റിക്കായി നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു മനോഹരമായ കടൽ തീരത്താണ്. ഒരു വശത്ത് കടലും മറ്റേ സൈഡിൽ ക്ലിഫും. നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്നും നമുക്ക് ചുറ്റും നോക്കിയാൽ കിട്ടുന്നത്. കൂടാതെ ഈ കാണുന്ന പെബിൾസ് ആയിരുന്നു നീണ്ടു നിവർന്ന് കിടക്കുന്ന കടൽ തീരത്ത് മുഴുവനായും. അതുകൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് കടലിൽ കണ്ട അരയന്നങ്ങളായിരുന്നു. ഈ പാർക്കിനുള്ളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരുന്നത് അവരിവിടെ മനോഹരമായി പണിത് വെച്ചിരിക്കുന്ന വുഡൻ സ്റ്റെപ്സും നടപ്പാതകളുമായിരുന്നു. ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഇതുവരെ കിട്ടാത്ത പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു വശത്ത് ഡെൻസ് ഫോറസ്റ്റ്, മറുവശത്ത് ബാൾട്ടിക് സീ. അങ്ങനെ 4-5 മണിക്കൂർ നേരത്തെ കണ്ടിന്യൂസ് ഹൈക്കിന് ശേഷം നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വന്നതുപോലെ തന്നെ സാസ്നിറ്റ്സിലേക്ക് ബസ് വഴി പോയി അവിടുന്ന് ട്രെയിൻ എടുത്ത് വേണം പോകാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ.